നമ്മുടെ HSST നോട്ടിഫിക്കേഷൻ വന്നു അല്ലേ? മെയ് ടു ജൂലൈ ആ ഒരു സമയത്ത് തന്നെ എന്തായാലും എക്സാം നടക്കും. അപ്പോൾ അപ്ലൈ ചെയ്യാൻ ഇനിയും ബാക്കിയുള്ളവർ ഉറപ്പായിട്ടും അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഇപ്പൊ തന്നെ പഠിക്കാനും കൂടെ സ്റ്റാർട്ട് ചെയ്യുക. ഒരുപാട് പേര് ഓൾറെഡി പഠിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പൊ ഇനിയും പഠിച്ചു തുടങ്ങാത്തവര് ഉടനെ തന്നെ പഠിക്കാനായിട്ട് ശ്രമിക്കുക. സോ നമ്മുടെ HSSTയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഭാഗമാണ് ടീച്ചിങ് ആപ്റ്റ്യൂഡ് എന്ന് പറയുന്നത്. സോ ടീച്ചിങ് ആപ്റ്റ്യൂഡിന് ഒരു 5 മാർക്കിനാണ് ചോദിക്കുമെങ്കിലും ആ 5 മാർക്ക് നമ്മൾ HSA പഠിച്ച പോലെയോ നമ്മുടെ കേറ്ററ്റ് പഠിച്ച പോലെയോ സെറ്റ് പഠിച്ച പോലെയോ ഒന്നല്ല. കുറച്ചുകൂടെ ഒരു ഹയർ ലെവൽ തന്നെയാണ് നമ്മുടെ ടീച്ചിങ് ആപ്റ്റ്യൂഡ് എന്ന് പറയുന്നത് HSSTയിൽ. അതായത് സൈക്കോളജി പാർട്ട് അധികം വരുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങനെ വരില്ല. പക്ഷെ കൂടുതലും ഇപ്പൊ ഇവാലുവേഷനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ്, അസസ്മെന്റിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റൻസ്, അല്ലെങ്കിൽ പക്ക നമ്മുടെ ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ക്വസ്റ്റൻസ് ഉണ്ടല്ലോ, ടീച്ചിങ് ആപ്റ്റിറ്റ്യൂഡ് ലെവൽ ക്വസ്റ്റൻസ് ഉണ്ട്. അതായത് ഒരു ക്ലാസ് റൂമിൽ നടക്കുന്ന കാര്യങ്ങൾ, ആസ് എ ടീച്ചർ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങൾ, അങ്ങനെയുള്ള ക്വസ്റ്റൻസും കാര്യങ്ങളും അസേർഷൻ റീസൺ ടൈപ്പ് ആയിക്കോട്ടെ, സ്റ്റേറ്റ്മെന്റ് ടൈപ്പ് ആയിക്കോട്ടെ, ആ ഒരു രീതിയിലാണ് കൂടുതലായിട്ടും ക്വസ്റ്റൻസ് കണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ടീച്ചിങ് ആപ്റ്റ്യൂഡും നമ്മൾ നിസ്സാരമായിട്ട് കാണരുത്. അത് 5 മാർക്കിനാണ്. ആ 5 മാർക്ക് നമുക്ക് എന്തായാലും കിട്ടണം. നെഗറ്റീവ് മാർക്ക് ഇല്ലാതെ തന്നെ 5 മാർക്ക് നമുക്ക് കിട്ടണം എന്നൊരു രീതിയിൽ നിങ്ങൾ ഇപ്പൊ തന്നെ പഠിക്കാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. കാരണം നിങ്ങൾ ഓൾറെഡി BEd കഴിഞ്ഞവരാണ്, സെറ്റ് ക്വാളിഫൈ ചെയ്തവരാണ്. സെറ്റ് ക്വാളിഫൈ ചെയ്തത് കൊണ്ട് തന്നെ അത്രയും കാര്യങ്ങൾ നമുക്ക് ഓക്കെയാണ്, നമുക്കറിയാം. അപ്പൊ കുറച്ച് കാര്യങ്ങളും കൂടെ നമ്മുടെ രീതിയിൽ നമ്മൾ എഫേർട്ട് ഇട്ട് കഴിഞ്ഞാൽ ഉറപ്പായിട്ടും ഈ 5 മാർക്ക് നിങ്ങൾക്ക് നേടിയെടുക്കാൻ സാധിക്കും. നെഗറ്റീവ് മാർക്കൊന്നും ഇല്ലാതെ 5 മാർക്കിന് വളരെ അധികം പ്രാധാന്യമുണ്ട് അല്ലെ? കാരണം റാങ്ക് ലിസ്റ്റിൽ വരുന്ന സമയത്ത് 1 മാർക്കിന്റെ പേരിൽ ലിസ്റ്റിൽ വരുന്നില്ല, 2 മാർക്കിന്റെ പേരിൽ ലിസ്റ്റിൽ വരുന്നില്ല, 0.33 എന്നൊരു മാർക്കിന്റെ പേരിൽ ലിസ്റ്റിൽ വരുന്നില്ല. അങ്ങനെ പല സ്റ്റുഡൻസിനെയും നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പൊ റീസെന്റ് HSA കഴിഞ്ഞപ്പോഴും അങ്ങനെ തന്നെയാണ്. സോ ഇപ്പൊ തന്നെ ഒരു നിങ്ങൾ റിസ്ക് എടുക്കാതെ ഇപ്പൊ തന്നെ പഠിച്ചു തുടങ്ങുക എന്നുള്ളതാണ് പറയാനായിട്ടുള്ളത്. സോ ഞാൻ ടൈം കളയുന്നില്ല. നമുക്ക് ടീച്ചിങ് ആപ്റ്റ്യൂഡിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു 10 ക്വസ്റ്റ്യൻസും ആയിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. സോ ഈ ഒരു 10 ക്വസ്റ്റ്യൻ ഞാൻ കാണിക്കുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യനും ഓരോ മാർക്ക് എന്നുള്ള രീതിയിൽ നിങ്ങൾ വിചാരിക്കാം. ഞാനൊരു ക്വസ്റ്റ്യൻ കാണിക്കുമ്പോൾ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക. നിങ്ങൾ നേരത്തെ പഠിച്ച കാര്യം ആയതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് ചിലപ്പോൾ സാധിക്കും. അപ്പോൾ പോസ് ചെയ്യുക, ആൻസർ ചെയ്ത് നോക്കുക, 1 മാർക്ക് കിട്ടിയോ എന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് അവസാനം നിങ്ങൾ ഈ ഒരു വീഡിയോന് താഴെ നിങ്ങൾക്ക് 10ൽ എത്ര മാർക്ക് കിട്ടി എന്നുള്ളൊരു കാര്യം കൂടെ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുക കേട്ടോ. സോ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോവാം. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, അക്കോർഡിംഗ് ടു ദ ലെവൽസ് ഓഫ് ടീച്ചിങ് ഡിസ്കസ്ഡ്, which level primarily focus on critical thinking and problem solving requiring a highly independent and open classroom environment? കണ്ടോ, ഇങ്ങനെയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത്. നമുക്ക് കാണുന്ന സമയത്ത് വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ എന്ന് തോന്നുമെങ്കിലും കുറച്ചൊന്ന് ചിന്തിക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ തന്നെയാണ് ഈ ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് അല്ലെ? അക്കോർഡിംഗ് ടു ദ ലെവൽസ് ഓഫ് ടീച്ചിങ്. അപ്പൊ ഇത് ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നൊരു ഭാഗത്ത് നിന്നും വന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്, ലെവൽസ് ഓഫ് ടീച്ചിങ്. അപ്പോൾ ഈ ഒരു ഏരിയ നമ്മുടെ സിലബസ് നോക്കുന്ന സമയത്ത് നമ്മുടെ HSSന്റെ ടീച്ചിങ് ആപ്റ്റ്യൂഡിലെയും റിസർച്ച് ആപ്റ്റ്യൂഡിന്റെയും സിലബസും നമ്മുടെ നെറ്റ് എക്സാം ഉണ്ടല്ലോ, അതായത് നമ്മുടെ UGC നെറ്റ് എക്സാം, ആ നെറ്റ് എക്സാമിൽ ടീച്ചിങ് ആപ്റ്റ്യൂഡിന്റെയും റിസർച്ച് ആപ്റ്റ്യൂഡിന്റെയും സിലബസും ഏറെക്കുറെ സെയിം ആണ്. നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാവും. അതായത് രണ്ടിന്റെയും ഏകദേശം സെയിം ആണ്. നമ്മൾ HSSTക്ക് സെറ്റിന്റെ സിലബസ് എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ വളരെയധികം ഡിഫറൻസ് ഉണ്ട്. പക്ഷെ നെറ്റിന്റെ നോക്കിക്കഴിഞ്ഞാൽ ഏറെക്കുറെ സെയിം ആണ്. അതായത് നെറ്റിന്റെ ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് HSSTക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, അത്രയും ഹാർഡായിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഭയങ്കര കഠിനമായിട്ടുള്ള ക്വസ്റ്റ്യൻസ് വരുമോ എന്ന് ചോദിച്ചാൽ വരില്ല. പക്ഷെ ആ ഒരു ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എന്ത് ചെയ്യാം, പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മുടെ നെറ്റിൽ വന്ന ആക്ച്വലി നെറ്റിന്റെ ഒരു ടോപ്പിക് ആണ് ഈ ലെവൽസ് ഓഫ് ടീച്ചിങ്. അതിന് സ്ഥിരമായിട്ട് വരുന്ന ക്വസ്റ്റ്യൻസ് ആണ് ഈ ലെവൽസ് ഓഫ് ടീച്ചിങ് എന്നുള്ള ആ ഒരു ഏരിയയിൽ നിന്നും. സോ HSSTക്കും അതുപോലത്തെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. നോക്കിക്കേ, അക്കോർഡിംഗ് ടു ദ ലെവൽസ് ഓഫ് ടീച്ചിങ് ഡിസ്കസ്ഡ്, വിച്ച് ലെവൽ പ്രൈമർലി ഫോക്കസ് ഓൺ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് റിക്വയറിംഗ് എ ഹൈലി ഇൻഡിപെൻഡന്റ് ആൻഡ് ഓപ്പൺ ക്ലാസ് റൂം എൻവയോൺമെന്റ്. സോ എന്താ വരുന്നത്? റിഫ്ലക്റ്റീവ് ലെവലാണോ, അണ്ടർസ്റ്റാൻഡിങ് ലെവലാണോ, ഓട്ടോണമസ് ഡെവലപ്മെന്റ് ലെവലാണോ, മെമ്മറി ലെവലാണോ? ഇവിടെ ഫോക്കസ് ഓൺ ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് റിക്വയറിംഗ് എ ഹൈലി ഇൻഡിപെൻഡന്റ് ആൻഡ് ഓപ്പൺ ക്ലാസ് റൂം എന്ന് പറയുമ്പോൾ അവിടെ ഏതാ വരുന്നത്? റിഫ്ലക്റ്റീവ് ലെവലാണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ക്രിട്ടിക്കൽ തിങ്കിങ് ആൻഡ് പ്രോബ്ലം സോൾവിംഗ് റിക്വയറിംഗ് എ ഹൈലി ഇൻഡിപെൻഡന്റ് എന്ന് പറയുമ്പോൾ ഏറ്റവും ഹയസ്റ്റ് ലെവലാണ് അല്ലെ? ഹയസ്റ്റ് ലെവൽ ആയതുകൊണ്ട് തന്നെ റിഫ്ലക്റ്റീവ് ലെവലാണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. 3 ടൈപ്പ് ഓഫ് ലെവൽ അല്ലേ ഉള്ളത്? മെമ്മറി ലെവൽ ഉണ്ട്, അണ്ടർസ്റ്റാൻഡിങ് ലെവൽ ഉണ്ട്, റിഫ്ലക്റ്റീവ് ലെവൽ ഉണ്ട്. സോ റിഫ്ലക്റ്റീവ് ലെവലിലാണ് ഏറ്റവും ഹയസ്റ്റ് ലെവൽ എന്ന് പറയുന്നത്. അവിടെയാണ് ഈ ക്രിട്ടിക്കൽ തിങ്കിങ്ങും പ്രോബ്ലം സോൾവിങ്ങും ഉള്ള കാര്യങ്ങളെല്ലാം വരുന്നത് റിഫ്ലക്റ്റീവ് ലെവലിലാണ്. സോ മൂവിങ് ടു ദ സെക്കൻഡ് ക്വസ്റ്റ്യൻ, സെലക്ട് ദ അപ്രോക്സിമേറ്റ് ഡ്യൂറേഷൻ ഓഫ് ഷോർട്ട് ടേം മെമ്മറി.
ഷോർട്ട് ടേം മെമ്മറിന്റെ അപ്രോക്സിമേറ്റ് ഡ്യൂറേഷൻ ആണ് ചോദിച്ചിരിക്കുന്നത്. സോ നമുക്ക് 3 ടൈപ്പ് ഓഫ് മെമ്മറിയാണ് മെയിൻലി പഠിക്കാനുള്ളത്. സെൻസറി മെമ്മറി, ഷോർട്ട് ടേം മെമ്മറി, ലോങ് ടേം മെമ്മറി. സെൻസറി മെമ്മറിയിൽ ഒരു 2 to 3 സെക്കൻഡ് മാത്രമേ നിൽക്കുള്ളൂ. നിങ്ങൾ ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക കേട്ടോ. വീഡിയോ പോസ് ചെയ്തിട്ട് സ്വന്തമായിട്ട് ആൻസർ ചെയ്യുക. എന്നിട്ട് ഫൈനലി ഞാൻ പറയുന്ന സമയത്ത് ഒന്ന് ചെക്ക് ചെയ്താൽ മാത്രം മതി. സോ സെൻസറി മെമ്മറിയിൽ 2 to 3 സെക്കൻഡ് ആണെങ്കിൽ നമ്മുടെ ഷോർട്ട് ടേം മെമ്മറിയിൽ എത്രയാണ്? 15 to 30 സെക്കൻഡ് ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ഓക്കെ, 15 to 30 സെക്കൻഡ്. എത്രയാണ്? 15 to 30 സെക്കൻഡ് ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത്. 15 to 30 സെക്കൻഡ് ആണ്. അപ്പൊ ലോങ് ടേം മെമ്മറിയിൽ അത് കുറച്ചുകൂടെ കൂടുതൽ കാലം നിൽക്കും അല്ലെ. ലോങ് ടേം മെമ്മറിയിൽ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങളാണ് നമ്മുടെ ലോങ് ടേം മെമ്മറിയിലോട്ട് കയറുന്നത്. അല്ലെങ്കിൽ ഷോർട്ട് ടേം മെമ്മറിയിൽ നിന്നും എന്തൊക്കെയോ പ്രത്യേകതകളുണ്ട്, നമുക്ക് കൂടുതൽ കാര്യം നമ്മുടെ മൈൻഡിൽ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ അല്ലേ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആ കാര്യം മാത്രമാണ് ലോങ് ടേം മെമ്മറിയിലോട്ട് വരുള്ളൂ. ഓക്കെ ആണല്ലോ. സോ ഓപ്ഷൻ ഡി ആണ് കറക്റ്റ് ആൻസർ. മൂവിംഗ് ടു ദ തേർഡ് ക്വസ്റ്റ്യൻ, വാട്ട് വെർച്യു ഈസ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ സ്റ്റേജ് ഓഫ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. സോ ഇത് സൈക്കോളജി പാർട്ടിൽ വരുന്നതാണ്. ഓക്കെ, സൈക്കോളജി പാർട്ടിൽ വരുന്നതാണ്. അപ്പൊ വാട്ട് വെർച്യു ഈസ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ സ്റ്റേജ് ഓഫ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ഏതാണ് ഡെവലപ്പ് ആവുന്നത്? അതായത് ഇത് നമുക്ക് എറിക്സണിൽ വരുന്നതാണല്ലോ. എറിക് എറിക്സന്റെ തിയറിയിൽ വരുന്നതാണ്, സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി അല്ലെ, സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി. സോ അതിൽ വരുന്ന ഒരു ക്വസ്റ്റൻ ആണിത്. അപ്പൊ അത് നമുക്ക് പഠിക്കാനുണ്ട്. നമ്മുടെ നെറ്റ് എടുക്കുന്ന സമയത്ത് അതിൽ നമുക്ക് പഠിക്കാനുണ്ട്. ഓക്കെ, പക്ഷെ നമ്മുടെ ഈ ഇപ്പൊ കേട്ടറ്റും സെറ്റും പോലെ അത്രയും നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് സൈക്കോളജി പഠിക്കാനില്ലെങ്കിൽ പോലും എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് വരുന്നത് നമുക്ക് അറിയില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ സൈക്കോളജി പാർട്ട് നമ്മൾ ഓൾറെഡി സെറ്റിനൊക്കെ പഠിച്ചത് കൊണ്ട് തന്നെ ആ സൈക്കോളജി പാർട്ടും കൂടെ ഒന്ന് പഠിക്കുക. ഓക്കെ ആണല്ലോ. സോ ക്വസ്റ്റ്യൻ ഇതാണ്, വാട്ട് വേഴ്സ് ഈസ് ഡെവലപ്ഡ് ഡ്യൂറിംഗ് ദ സ്റ്റേജ് ഓഫ് ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. ഇന്റിമസി എന്ന് പറയുമ്പോൾ നമുക്കറിയാം അവിടെ എന്താ വരുന്നത്? ലവ് ആണ് വരുന്നത്. ഓപ്ഷൻ സി, ലവ് ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ എന്ന് പറയുമ്പോൾ നമ്മുടെ അഡോളസൻസ് പീരീഡ് ഒക്കെ കഴിഞ്ഞ് അഡൽട്ട്ഹുഡിൽ എത്തുമ്പോഴാണ് ഒരു ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ ഉണ്ടാവുന്നത്. സോ ആ സമയത്താണ് നമ്മൾ ഒരു പാർട്ട്ണറെ ചൂസ് ചെയ്യുന്നതും അതുപോലെ തന്നെ നല്ല റിലേഷൻഷിപ്പ് ഉണ്ടാക്കിയെടുക്കുന്നതൊക്കെ ആ സമയത്താണ്. സോ ലവ് ആണ് ഇവിടെ കറക്റ്റ് ആൻസർ. സോ നിങ്ങൾക്ക് 1 മാർക്ക് കിട്ടിയോ എന്നുള്ളത് ഒന്ന് ചെക്ക് ചെയ്യുക. ആൻഡ് 4ാമത്തെ ക്വസ്റ്റ്യൻ, occurring between ages 6 and 11 is centered on mastering the social and academic skills where success leads to a sense of competence. എന്താണ് ക്വസ്റ്റ്യൻ? ഇതും നമ്മുടെ ആ എറിക്സന്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെന്റ് തിയറി ആയിട്ട് ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇവിടെ നമ്മൾ വേറെ ഒന്നും ആലോചിക്കേണ്ട, ആ ഏജ് മാത്രം ഒന്ന് ആലോചിച്ചാൽ മതി. 6 to 11 എന്ന് പറയുമ്പോൾ അത് ഏതിലാണ് വരുന്നത്? 6 to 11 is centered on mastering social and academic skills where success leads to a sense of competence. ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആണോ, ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണോ, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി ആണോ, ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണോ? നമുക്ക് എന്തായാലും അറിയും ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് അല്ല അല്ലെ. കാരണം അത് ഏറ്റവും ചെറിയ കുട്ടികൾക്ക് ഉണ്ടാവുന്നതാണ്, ജനിച്ച ഉടനെ ഇൻഫാൻസി പീരീഡിൽ. ദെൻ ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ഇതിലാണ് അഡോളസൻസ് കാറ്റഗറീസിൽ വരുന്ന, അല്ലെങ്കിൽ അഡോളസൻസിനാണ് ഐഡന്റിറ്റി വേഴ്സസ് ഐഡന്റിറ്റി ക്രൈസിസ് എന്നുള്ള അതുണ്ടാവുന്നത്. സോ ഒന്നില്ലെങ്കിൽ ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ് ആവാം, അല്ലെങ്കിൽ ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി ആവാം. സോ ഇവിടെ എന്താ, അതായത് സ്കൂളിൽ പഠിക്കുന്ന ഒരു കാലഘട്ടത്തിലുള്ള സ്റ്റുഡൻസ് ആണ്. 6 to 11, 6 and 11 എന്ന് പറയുമ്പോൾ സ്കൂളിൽ പഠിക്കുന്ന കുട്ടികളായതുകൊണ്ട് തന്നെ ഏതാണ് വരുന്നത്? ഓപ്ഷൻ സി, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി ആണ്. കണ്ടോ, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി കോംപ്ലക്സ് ആണ്. കണ്ടോ, ഈ ഒരു കോമ്പീറ്റൻസ്, സെൻസ് ഓഫ് കോമ്പീറ്റൻസ് ഒക്കെ വരുന്നത് അവർ സ്കൂളിൽ ചേർന്നതിന് ശേഷമാണ്. അപ്പൊ അതിന് മുൻപാണ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. അതായത് ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ഒക്കെ കഴിഞ്ഞാൽ പിന്നെ ഉണ്ടാവുന്നത് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റാ. അതായത് അവരെല്ലാം സ്വന്തമായിട്ട് ചെയ്യാൻ തുടങ്ങുന്ന ഒരു പ്രായം ആണല്ലോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇനി ഈ ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ വരുവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ വറീഡ് ആവേണ്ട ആവശ്യമില്ല. കാരണം ഈ ഒരു ബോക്സ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി. ഈ ഒരു ബോക്സ് പഠിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഏത് ക്വസ്റ്റ്യൻ വന്നാലും ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. കാരണം നോക്കിക്കേ, അവിടെ ഏജ് പറയുന്നുണ്ട്, ദെൻ സൈക്കോ സോഷ്യൽ ക്രൈസിസ് അല്ലെങ്കിൽ ടാസ്ക്. അതായത് എറിക്സൺ എന്താ പറയുന്നത്? ഓരോ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ഓരോ സ്റ്റേജിലും കുട്ടികൾ എന്ത് ചെയ്യുന്നുണ്ട്? ഒരു കോൺഫ്ലിക്റ്റ് അവർ നേരിടുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു ടാസ്ക് അല്ലെങ്കിൽ ഒരു ക്രൈസിസ് അവർ നേരിടുന്നുണ്ട്. അപ്പൊ അത് സക്സസ് ആയി കഴിഞ്ഞാൽ അവിടെ ഒരു ഡെവലപ്മെന്റ് ഉണ്ടാവും. അല്ലാന്നുണ്ടെങ്കിൽ അവര് പിന്നീട് അവിടെ സ്റ്റക്ക് ആവും എന്നുള്ളതാണ് പറയുന്നത് അല്ലെ. സോ ഇൻഫന്റ് ടു 18 month എന്ന് പറയുമ്പോൾ ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് ആണ് അവിടുത്തെ ക്രൈസിസ് എന്ന് പറയുന്നത്.
അവിടെ ഉണ്ടാവുന്ന വേർച്യു ഹോപ്പാണ് അല്ലെ. ട്രസ്റ്റ് വേഴ്സസ് മിസ്ട്രസ്റ്റ് അറിയാലോ. അതായത് ട്രസ്റ്റ് എന്ന് പറയുമ്പോൾ ആ കുട്ടികൾക്ക് ജനിച്ച ഉടനെയുള്ള കുട്ടികൾക്ക് അവരുടെ പാരൻസിൽ നിന്നും നല്ല കെയറും സപ്പോർട്ടും ഒക്കെ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ ഒരു അതായത് അവർ ഡിപ്പെൻഡന്റ് ആണ് അല്ലെ. അപ്പൊ ആ ഒരു കെയർ കിട്ടുവാണെന്നുണ്ടെങ്കിൽ അവിടെ ട്രസ്റ്റ് ഉണ്ടാവും, അല്ലെങ്കിൽ മിസ്ട്രസ്റ്റ് ഉണ്ടാവും. 18 months to 3 years എന്ന് പറയുമ്പോൾ ഓട്ടോണമി വേഴ്സസ് ഷെയിം ഓർ ഡൗട്ട് ആണ്. അവിടെ വിൽ അതായത് ഓട്ടോണമി എന്ന് പറയുമ്പോൾ ആ കുട്ടി എല്ലാം ഒറ്റയ്ക്ക് സ്വന്തമായിട്ട് ഇപ്പൊ നിൽക്കാൻ പഠിക്കുന്നു, നടക്കാൻ പഠിക്കുന്നു, അതൊക്കെ ആ ഒരു കാലഘട്ടമാണ്. 3 to 5 years ആണ് ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽറ്റ്. അപ്പോൾ കുട്ടി എന്ത് ചെയ്യുന്നു, എല്ലാം ഇനിഷ്യേറ്റീവ് എടുത്തത് ഭയങ്കര എനർജറ്റിക് ആയിട്ടുള്ള ഒരു കാലഘട്ടമാണ്. അത് പർപ്പസ് ആണ്. ദെൻ 5 to 13 years എന്ന് പറയുന്നതാണ് നമ്മുടെ ഇവിടെ ക്വസ്റ്റ്യനിൽ ചോദിച്ചത്. 6 to 11 അല്ലെ. ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി ആണ്. അവിടെ കോമ്പീറ്റൻസി ആണുള്ളത്. കണ്ടോ, ഇതാണ് നമ്മുടെ ഉണ്ടാവുന്ന വേർച്യു. അതവിടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിട്ടുണ്ട് കോമ്പീറ്റൻസ് ഉള്ളത്. 13 to 21 years നമ്മുടെ അഡോളസൻസ് ആണ്. ഐഡന്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ ആണ്. ഫിഡലിറ്റി ആണ് അവിടെ ഉണ്ടാവുന്ന വേർച്യു. ദെൻ 21 to 39 years നേരത്തെ പറഞ്ഞൊരു ക്വസ്റ്റ്യൻ അല്ലേ, ഇന്റിമസി വേഴ്സസ് ഐസൊലേഷൻ. അവിടെ ഉണ്ടാവുന്നത് ലവ് ആണ്. ദെൻ കുറച്ചുകൂടെ ആവുന്ന സമയത്ത് 40 to 65 years ആണെങ്കിൽ ജനറേറ്റിവിറ്റി വേഴ്സസ് സ്റ്റാഗ്നേഷൻ ആണ് ഉണ്ടാവുന്നത്. അവിടെ ഉണ്ടാവുന്ന വേർച്യു കെയർ ആണ്. ദെൻ 65 and older അപ്പോഴാണ് നമ്മൾ ഇതുവരെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങളെല്ലാം നമ്മളൊന്ന് ഓർത്തെടുക്കുന്ന ഒരു കാലഘട്ടമാണത്. അപ്പൊ ആ സമയത്ത് നമുക്ക് ഒരു സാറ്റിസ്ഫാക്ഷൻ ആണ് കിട്ടുന്നെങ്കിൽ, ഞാൻ എന്തൊക്കെയോ ചെയ്തിട്ടുണ്ട്, ഞാൻ എന്തൊക്കെയോ ഈ സൊസൈറ്റിക്ക് വേണ്ടി ചെയ്തു, ഞാൻ എന്തൊക്കെയോ നേടിയെടുത്തു എന്നൊരു സംതൃപ്തി നമുക്ക് ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ അവിടെ ഇന്റഗ്രിറ്റി ഉണ്ടാവും. അല്ലെങ്കിൽ ഭയങ്കര നിരാശയായിരിക്കും ഉണ്ടാവുക, ദാറ്റ് ഈസ് ഡെസ്പെയർ ആയിരിക്കും ഉണ്ടാവുന്നത്. സോ അവിടെ ഉണ്ടാവുന്ന വേർച്യു ഏതാണ്? വിസ്ഡം ആണ് ഉണ്ടാവുന്നത്. ക്ലിയർ ആണല്ലോ. ദെൻ മൂവിങ് ടു ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ലിസ്റ്റ് 1ഉം ലിസ്റ്റ് 2 ഉണ്ട് അല്ലെ. അപ്പൊ ഇത് മാച്ച് ചെയ്യാന്നുള്ളതാണ് നമ്മുടെ ടാസ്ക് എന്ന് പറയുന്നത്. സോ നിങ്ങളുടെ ടാസ്ക് എന്താ? ജസ്റ്റ് വീഡിയോ പോസ് ചെയ്യുക ആൻഡ് ആൻസർ ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ ഉണ്ട്, ഇൻക്വയറി ട്രെയിനിങ് മോഡൽ ഉണ്ട്, ADDIE മോഡൽ ഉണ്ട്, ദെൻ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഉണ്ട്. അപ്പോൾ ഇത് ജസ്റ്റ് നിങ്ങൾക്ക് അറിയുന്നത് വെച്ചിട്ടൊന്ന് എന്ത് ചെയ്യുക, ഒന്ന് മാച്ച് ചെയ്ത് നോക്കുക. കോൺസെപ്റ്റ് അറ്റൈൻമെന്റ് മോഡൽ നമുക്കറിയാം, അത് ആരുടെയാണ്? ബ്രൂണറുടെയാണ്. ദെൻ ഇൻക്വയറി ട്രെയിനിങ് മോഡൽ നമുക്കറിയാം, റിച്ചാർഡ് സ്വിച്ച്മാന്റെ ആണ്. ദെൻ അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ നമുക്കറിയാം, ഡേവിഡ് പി ഓസ്ബലിന്റെ ആണ്. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഒന്നേ ബാക്കിയുള്ളൂ. ADDIE മോഡൽ ആരുടെയാണ്? ഫ്ലോറിഡ സ്റ്റേറ്റ് യൂണിവേഴ്സിറ്റി ആണ്. സോ A is related to 4 എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട് ഇവിടെ അല്ലെ. അപ്പൊ നമുക്ക് Aയും Dയും നമുക്ക് എന്ത് ചെയ്യാം? ക്യാൻസൽ ചെയ്യാം. കാരണം A is related to 4 എന്ന് പറയുന്ന 2 ഓപ്ഷൻസ് ഉണ്ട്. ഇനി B is related to 3 ആണ് ഇവിടെ വരുന്നത്. അപ്പൊ അത് ഓക്കെയാണ്. C ഏതുമായിട്ട് റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്ന് നമുക്ക് അറിയില്ലെങ്കിൽ D നോക്കിയാൽ മതി. D നോക്കുന്ന സമയത്ത് അഡ്വാൻസ് ഓർഗനൈസർ മോഡൽ ഈസ് റിലേറ്റഡ് ടു ഡേവിഡ് പി ഓസബൽ ആണ്, 1 ആണ്. സോ ഓപ്ഷൻ B ആണ് ഇവിടെ കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത്. സോ ഓപ്ഷൻ B എഴുതിയവര് അല്ലെങ്കിൽ ഓപ്ഷൻ B ആണ് ആൻസർ ആയിട്ട് പറഞ്ഞവർക്ക് 1 മാർക്ക് ഉണ്ട്, അല്ലാത്തവർക്ക് ഇല്ല. ഓക്കെ ആണല്ലോ. ഇതിൽ നിങ്ങൾക്ക് ഇപ്പോൾ കൺഫ്യൂഷൻ ബാക്കിയെല്ലാം നിങ്ങൾക്ക് അറിയുന്നുണ്ടാവും. ഈ ADDIE മോഡൽ ആയിരിക്കും ചിലപ്പോൾ ഒരു ഡൗട്ട് വരുന്നത്. ADDIE മോഡൽ എന്ന് പറയുമ്പോൾ നമ്മൾ ഇൻസ്ട്രക്ഷൻ സ്ട്രാറ്റജീസ് ഒക്കെ ഉണ്ടാക്കില്ലേ, അപ്പൊ അവരുണ്ടാക്കുന്ന ഒരു രീതി, ഒരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള രീതിയാണ്. എന്ന് പറയുമ്പോൾ ആദ്യം നമ്മൾ അനലൈസ് ചെയ്യും, പിന്നെ ഡിസൈൻ ചെയ്യും, പിന്നെ ഡെവലപ്പ് ചെയ്യും, പിന്നെ ഇംപ്ലിമെന്റ് ചെയ്യും, പിന്നെ ഇവാലുവേറ്റ് ചെയ്യും. അത്രയും സ്റ്റേജസ് ആണ് അതിൽ വരുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ അതും പഠിക്കണം. കാരണം എക്സാമിന് വന്നത് കൊണ്ട് തന്നെ ADDIE മോഡലൊക്കെ പഠിക്കേണ്ടതായിട്ടുണ്ട്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. The idea of poverty of stimulus was put forward by. എന്താണ് ഈ പോവർട്ടി ഓഫ് സ്റ്റിമുലസ്? നമ്മുടെ സ്റ്റിമുലസ് റെസ്പോൺസ് റിയാക്ഷൻ എന്നുള്ളത് നമ്മുടെ IP പാവലോന്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് തിയറിയിലും ഒപ്പാരന്റ് കണ്ടീഷനിങ് തിയറിയിലൊക്കെ പഠിക്കുന്നുണ്ട് അല്ലെ, പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്നുള്ളത്. സോ എന്താണ് ഈ പോവർട്ടി ഓഫ് സ്റ്റിമുലസ്, അല്ലെങ്കിൽ ഈ ഐഡിയ ആരാണ് കൊണ്ടുവന്നതെന്ന് വെച്ചാൽ ആരാണ്? നമ്മുടെ നോം ചോംസ്കി. ഓക്കെ, നോം ചോംസ്കി ആണ് കറക്റ്റ് ആൻസർ. ഓപ്ഷൻ D, നോം ചോംസ്കി ആണ് കറക്റ്റ് ആൻസർ. അപ്പൊ ഇതുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം. An influential advocate of this controversial theory has been linguist Noam Chomsky. Okay, Noam Chomsky, who introduced the expression poverty of the stimulus in his rules and representations. Okay, അപ്പൊ ഇവിടെ പഠിക്കേണ്ട ഇത്ര മാത്രമേ ഉള്ളൂ. ഈ പോവർട്ടി ഓഫ് സ്റ്റിമുലസ് എന്നുള്ളത് ആരുടെയാണ്? നോം ചോംസ്കിന്റെ ആണ് എന്നുള്ളൊരു കാര്യം മാത്രം ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചാൽ മതി. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, achieving the personal potential and growth. Select the most suitable need based on Maslow's theory. എന്താണ്? achieving the personal potential and growth ആണ് അല്ലെ. achieving the personal potential and growth. So personal potential and growth എന്ന് പറയുമ്പോൾ അത് ഏറ്റവും ഹയസ്റ്റ് ലെവൽ അല്ലേ?
കാരണം നമ്മുടെ ഫിസിക്കൽ നീഡ്സ്, അതുപോലെ നമ്മുടെ സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ്, അതെല്ലാം കഴിഞ്ഞാലാണ് നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ പേഴ്സണൽ പൊട്ടൻഷ്യൽ ആൻഡ് ഗ്രോത്ത് അച്ചീവ് ചെയ്യാനായിട്ട് ശ്രമിക്കാം. സോ അതേതാ വരുന്നത്, ഏറ്റവും ഹയസ്റ്റ് ലെവലാണ്, അതായത് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ് അല്ലേ. ഓപ്ഷൻ ബി സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. സോ നിങ്ങൾ ഓപ്ഷൻ ബി തന്നെയാണോ നിങ്ങൾ ആൻസർ ആയിട്ട് പറഞ്ഞത് എന്നൊന്ന് ചെക്ക് ചെയ്യുക. സെൽഫ് ആക്ച്വലൈസേഷൻ നീഡാണ്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇതും കൂടെ ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുക. ഫിസിയോളജിക്കൽ നീഡ്സ്, സേഫ്റ്റി നീഡ്സ്, ലവ് ആൻഡ് ബിലോങ്നെസ് നീഡ്സ്, സെൽഫ് എസ്റ്റീം നീഡ്സ്, സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ്സ്. അപ്പൊ ഇത് നിങ്ങൾക്ക് ഇപ്പൊ കൺഫ്യൂഷൻ ആവുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കാര്യം പറഞ്ഞുതരാം. അതായത് ഇത് നിങ്ങൾക്കിപ്പോൾ പഠിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടാണ്. ഇതെന്ത് ഫിസിയോളജിക്കൽ ആണോ ആദ്യം വരിക, അല്ലെങ്കിൽ സേഫ്റ്റി ആണോ ആദ്യം വരിക, അല്ലെങ്കിൽ ലവ് ആൻഡ് ബിലോങ്നെസ് ആണോ, അങ്ങനെ ഒരു ഡൗട്ട് നിങ്ങൾക്കുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു കല്യാണ വീട്ടിലേക്ക് നമ്മൾ പോകുന്ന സമയത്ത് നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളും നമ്മുടെ എബ്രഹാം മാസ്ലോന്റെ സെൽഫ് ആക്ച്വലൈസേഷൻ തിയറി ആയിട്ട് ബന്ധപ്പെടുത്തിയ ഒരു കാര്യം പറയാം. അതായത് നമ്മൾ ആദ്യം ഒരു കല്യാണത്തിന് പോകുന്ന സമയത്ത് നമ്മൾ ആദ്യം എവിടെയാണ് ഫോക്കസ് ചെയ്യുന്നത്? ചെക്കന് വേണ്ടിനെയൊക്കെ നോക്കുന്നത് പിന്നീടാണ് അല്ലെ. നമ്മൾ ആദ്യം പോകുന്നത് ഫുഡ് എന്നുള്ളൊരു കാര്യത്തിനായിരിക്കും അല്ലെ. നേരെ പോയി നമ്മൾ ഫുഡ് കഴിക്കും. അതാണ് ഫിസിയോളജിക്കൽ നീഡ്സ്, നമ്മുടെ ആദ്യത്തെ നീഡ്സ്. ഇതെല്ലാ മനുഷ്യന്മാരുടെയും മൃഗങ്ങളുടെയും ഒക്കെ ആദ്യം വരുന്നൊരു നീഡായി ഫുഡ്, ഷെൽട്ടർ എന്ന് പറയുന്ന ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ. സോ ആദ്യം നമ്മൾ പോയത് നമ്മൾ ഫുഡ് കഴിക്കും. സോ ഫുഡ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നേരെ ഒരു ഫാനിന്റെ ചോട്ടിലായിരിക്കും വന്നിരിക്കുന്നത് അല്ലെ, കുറച്ച് കാറ്റ് കൊള്ളാൻ വേണ്ടിയിട്ട്. അതാണ് സേഫ്റ്റി നീഡ്. സോ ഫാനിന്റെ കാറ്റൊക്കെ കൊണ്ടുകഴിഞ്ഞാൽ പിന്നെ നമ്മൾ എന്ത് ചെയ്യും, അതൊക്കെ സാറ്റിസ്ഫൈഡ് ആയി കഴിഞ്ഞാൽ അടുത്തിരിക്കുന്നവരുമായിട്ട് നമ്മൾ കുറച്ച് കുശലം പറയും അല്ലെ. അതാണ് അടുത്തൊരു നമ്മുടെ നീഡ് എന്ന് പറയുന്നത്. സോ അത് കഴിഞ്ഞാൽ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡാണ്. അവരുടെ അടുത്ത് സംസാരിച്ചു കഴിഞ്ഞാലോ ആദ്യം നമ്മൾ കുറച്ച് വിശേഷമൊക്കെ പറയും, പിന്നെ പറയുന്നത് മൊത്തം പൊങ്ങച്ചങ്ങളായിരിക്കും. ഞാൻ ഇത് വാങ്ങിച്ചു, കാറ് വാങ്ങിച്ചു, ഗോൾഡ് വാങ്ങിച്ചു എന്നുള്ള കാര്യങ്ങളെല്ലാം പിന്നെ പൊങ്ങച്ചമായിട്ട് പറയും. അതാണ് സെൽഫ് എസ്റ്റീം നീഡ് എന്ന് പറയുന്നത്. ഇതെല്ലാം പറഞ്ഞു കഴിയുമ്പോഴാണ് നമ്മൾ ഒന്ന് സാറ്റിസ്ഫൈഡ് ആവുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പിന്നെ എന്ത് ചെയ്യും, ഏറ്റവും ഹയസ്റ്റ് ലെവലിലോട്ട് പോകും. അതാണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡ് എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ. അപ്പൊ ഇത് ജസ്റ്റ് അങ്ങനെ കണക്ട് ചെയ്ത് പഠിക്കുവാണെങ്കിൽ നമ്മൾ ഒരിക്കലും മറക്കില്ല. ആദ്യം ഫിസിയോളജിക്കൽ നീഡാണ്, പിന്നെ സേഫ്റ്റി നീഡാണ്, പിന്നെ ലവ് ആൻഡ് ബിലോങ്നെസ് നീഡാണ്, പിന്നെ സെൽഫ് എസ്റ്റീം നീഡാണ്, ആൻഡ് ഫൈനലി ആണ് സെൽഫ് ആക്ച്വലൈസേഷൻ നീഡിലോട്ട് വരുന്നത്. ഓക്കെ ആണല്ലോ. ഇനി അടുത്തൊരു ക്വസ്റ്റ്യൻ, device or software that helps to improve the functional capabilities of individuals with disabilities commonly known as. എന്താണ്? ഡിസബിലിറ്റി എയ്ഡ് ആണോ, അസിസ്റ്റീവ് ടെക്നോളജി ആണോ, ലേണിംഗ് എയ്ഡ് ആണോ, ഒപ്റ്റിക്കൽ ക്യാരക്ടർ റെക്കഗ്നിഷൻ ആണോ? ഇതും നമ്മൾ ബി എഡിലൊക്കെ പഠിച്ച കാര്യം, നമ്മുടെ സെറ്റ് എക്സാമിനൊക്കെ നമ്മൾ പഠിച്ച കാര്യമാണ് അസിസ്റ്റീവ് ടെക്നോളജി എന്നുള്ളത്. അതായത് ഇപ്പൊ ഇൻക്ലൂസീവ് ക്ലാസ് റൂമിലൊക്കെ ഡിഫറെന്റ്ലി ഏബിൾഡ് ആയിട്ടുള്ള സ്റ്റുഡൻസ് ഉണ്ടെങ്കിൽ അവരെ ഹെൽപ്പ് ചെയ്യാനായിട്ട് നമ്മൾ കൊടുക്കുന്ന ഒരു ഡിവൈസ്, എല്ലാ കാര്യങ്ങളും വരുന്നതാണ് ഈ അസിസ്റ്റീവ് ടെക്നോളജിയിൽ. സോ അസിസ്റ്റീവ് ടെക്നോളജി എന്താണ്? ഒരു ഡിവൈസ് അല്ലെങ്കിൽ സോഫ്റ്റ്വെയർ ആണ് ദാറ്റ് ഹെൽപ്സ് ടു ഇംപ്രൂവ് ദ ഫങ്ഷണൽ കാപ്പബിലിറ്റീസ് ഓഫ് ഇൻഡിവിജ്വൽസ്. ഓക്കെ ആണല്ലോ. അതാണ് അസിസ്റ്റീവ് ടെക്നോളജി. എന്താണ്? AT, അതായത് അസിസ്റ്റീവ് ടെക്നോളജി. അതായത് നമ്മൾ പറഞ്ഞു അസിസ്റ്റീവ് ടെക്നോളജി ഇസ് ദ വൈഡ്ലി അക്സെപ്റ്റഡ് അംബ്രല്ല ടേം used for any device, software or equipment, whether acquired commercially off the shelf, modified or customized, that is used to increase, maintain or improve the functional capabilities of person with disabilities. ക്ലിയർ ആണല്ലോ. അപ്പൊ നിങ്ങൾക്ക് ഇത് ജസ്റ്റ് വേണമെന്നുണ്ടെങ്കിൽ വീഡിയോ പോസ്റ്റ് ചെയ്ത് നിങ്ങൾക്ക് നോട്ടായിട്ട് എഴുതിയെടുക്കാം. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ അസിസ്റ്റീവ് ടെക്നോളജി ഒക്കെ എക്സാമിന് വരാൻ ചാൻസ് ഉണ്ട്. കാരണം ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ എന്നുള്ളൊരു കോൺസെപ്റ്റ് വളരെയധികം ഇമ്പോർട്ടൻസ് വരുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പൊ NEP 2020 ഭാഗമായിട്ട് ഇൻക്ലൂസീവ് എഡ്യൂക്കേഷൻ കുറച്ചുകൂടെ ഒന്ന് സ്ട്രെങ്തൻഡ് ആവുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് തന്നെ അതുമായിട്ട് ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസ് ഒക്കെ എക്സാമിന് വരാനും ചാൻസ് ഉണ്ട്. സോ നിങ്ങളൊന്ന് ഇത് നോട്ട് ചെയ്ത് വെക്കാം. അടുത്തൊരു ക്വസ്റ്റ്യൻ, ദ കോക്ടെയിൽ പാർട്ടി എഫക്ട് ഈസ് റിലേറ്റഡ് ടു. എന്താണ് ഈ കോക്ടെയിൽ പാർട്ടി എഫക്ട്? അപ്പൊ ഇത് ആക്ച്വലി നമ്മൾ HSSTക്ക് ചോദിച്ചതല്ല, പക്ഷെ നെറ്റിന് ചോദിച്ചൊരു ക്വസ്റ്റൻ ആയിരുന്നു. അപ്പൊ നെറ്റിന് ചോദിച്ച ക്വസ്റ്റൻ നമുക്ക് HSSTക്കും ചോദിച്ചുകൂടാന്നില്ല, കാരണം ടീച്ചിങ് ആപ്റ്റിയുടെ സിലബസ് ഒക്കെ ഏകദേശം സെയിം ആണ്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഇത് എടുത്തിരിക്കുന്നത്. ദ കോക്ടെയിൽ പാർട്ടി എഫക്ട് ഈസ് റിലേറ്റഡ് ടു മെമ്മറി ആണോ, പെർസെപ്ഷൻ ആണോ, ഇമാജിനേഷൻ ആണോ, അറ്റൻഷൻ ആണോ? ഒന്ന് ആൻസർ ചെയ്ത് നോക്കിക്കേ. എന്താണ് ഈ കോക്ടെയിൽ പാർട്ടി എഫക്ട് എന്ന് പറയുന്നത്? അപ്പൊ ഈ കോക്ടെയിൽ പാർട്ടി എഫക്ട് എന്താന്ന് വെച്ചാൽ അറ്റൻഷനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അറ്റൻഷൻ, അതായത് ഒരു ക്രൗഡ് ആണെന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ ഒരു ക്ലാസ് റൂം ആണെന്ന് വിചാരിക്കുക. നമ്മൾ ടീച്ചേഴ്സ് ആവാൻ പോലെ ഒരു ഹയർ സെക്കൻഡറി ക്ലാസ് റൂം ആണ്. ക്ലാസ് റൂമിൽ പിള്ളേരെല്ലാവരും ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്.
അപ്പൊ നമ്മൾ പെർട്ടിക്കുലർ സ്റ്റുഡൻസിനെ ശ്രദ്ധിക്കുകയാണ്, ഇവരെന്താ സംസാരിക്കുന്നത്, ഇവരെന്നെ കുറിച്ചാണോ സംസാരിക്കുന്നത്, അല്ലെങ്കിൽ ഇവര് നമ്മുടെ സബ്ജക്റ്റിനെ കുറിച്ചാണോ സംസാരിക്കുന്നത്, അങ്ങനെ ഒരു ഡൗട്ട് തോന്നിയിട്ട് നമ്മൾ അവരെ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം നമ്മൾ എന്ത് ചെയ്യും, അത് അവോയ്ഡ് ചെയ്യും അല്ലെ. ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം എലിമിനേറ്റ് ചെയ്തിട്ട് ആ കാര്യത്തിൽ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യും, അല്ലെങ്കിൽ ആ കാര്യത്തിൽ മാത്രം നമ്മൾ അറ്റൻഷൻ കൊടുക്കും. അതാണ് കോക്ടെയിൽ പാർട്ടി എഫക്റ്റ് എന്ന് പറയുന്നത്. സോ ദ കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ ഡി, ദാറ്റ് ഈസ് അറ്റൻഷൻ. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതുപോലുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാമിനൊക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. സോ ഇതൊക്കെ എവിടെയെങ്കിലും ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക കേട്ടോ. നിങ്ങളുടെ ബുക്കിൽ ഇപ്പൊ പഠിക്കാൻ തുടങ്ങിയവരായിരിക്കും മെജോറിറ്റി സ്റ്റുഡൻസും. സോ എന്ത് ചെയ്യുക, ഒന്ന് നോട്ട് ചെയ്ത് വെക്കുക എന്നുള്ളതാണ് പറയാനുള്ളത്. സോ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യുക, നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോട്ട് എഴുതിയെടുക്കാം കേട്ടോ. ഓക്കെ ആണല്ലോ. ഈ അടുത്ത ക്വസ്റ്റ്യൻ, ദ മെത്തേഡ് ഓഫ് ഡിസ്ക്രൈബിങ് ആൻ ആംബിഗ്വസ് സ്റ്റിമുലസ് ഇൻ പേഴ്സണാലിറ്റി അസസ്മെന്റ് ഈസ് നോൺ ആസ്. എന്താണ് ആൻസർ? The method of describing an ambiguous stimulus in personality assessment. Personality assessment ആണ്. Personality assessment ആണ് ഒരു ambiguous stimulus അല്ലെ. നമുക്ക് അറിയാത്ത ഒരു കാര്യം നമ്മൾ അറിയണമെന്ന് വിചാരിക്കുകയാണെന്നുണ്ടെങ്കിൽ, അതായത് പേഴ്സണാലിറ്റി, നമ്മുടെ ഉള്ളിലുള്ള പേഴ്സണാലിറ്റി എല്ലാവർക്കും അങ്ങനെ അറിയില്ല അല്ലെ. പേഴ്സണാലിറ്റി നമുക്ക് ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റി അറിയാന്ന് വെച്ചാൽ വലിയ പാടാ. അപ്പൊ അവരുടെ അൺകോൺഷ്യസ് മൈൻഡിനെ അപഗ്രഥിക്കുമ്പോഴാണ് ഒരാളുടെ പേഴ്സണാലിറ്റി മനസ്സിലാവുന്നത്. ഇതൊക്കെ നമ്മൾ സൈക്കോളജിയിൽ പലപ്പോഴായിട്ട് പഠിച്ച കാര്യമാണ്. അപ്പൊ അതിനായിട്ട് ഈ പേഴ്സണാലിറ്റി അസസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്ന ടെസ്റ്റ് ആണ് എന്ത്? പ്രൊജക്റ്റീവ് ടെസ്റ്റ്. അറിയാലോ, ഒരുപാട് പ്രൊജക്റ്റീവ് ടെസ്റ്റ് ഉണ്ട്. റോഷാക്ക് ഇൻക്ബ്ലോട്ട് ടെസ്റ്റ് ഉണ്ട്, ദെൻ ടാറ്റ് ഉണ്ട്, വാറ്റ് ഉണ്ട്, കാറ്റ് ഉണ്ട് അല്ലെ. ചൈൽഡ് പെർസെപ്ഷൻ ടെസ്റ്റ്, തീമാറ്റിക് പെർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, റോഷാക്ക് ഇൻക്ബ്ലോട്ട് ടെസ്റ്റ്, അങ്ങനെ ഒരുപാട് ടെസ്റ്റും കാര്യങ്ങളൊക്കെ ഉണ്ട്. സോ അതാണ് പ്രൊജക്റ്റീവ് ടെസ്റ്റ് എന്ന് പറയുന്നത്. പിന്നെ WAIS എന്തായിരുന്നു? അത് വെറ്റ്സ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ ആണ്. ഇന്റലിജൻസ് അളക്കാനായിട്ടാണ് വെറ്റ്സ്ലർ അഡൽട്ട് ഇന്റലിജൻസ് സ്കെയിൽ എന്ന് പറയുന്നത്. ക്ലിയർ ആണല്ലോ? അപ്പൊ ഇതാണ് നമ്മുടെ ക്വസ്റ്റ്യൻസ്. ഇപ്പൊ 10 ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. സോ ഈ 10 ക്വസ്റ്റ്യനിൽ നിങ്ങൾക്ക് എത്ര മാർക്ക് കിട്ടി എന്നുള്ളത് എന്തായാലും നിങ്ങൾ താഴെ കമന്റ് ചെയ്യണം. ആൻഡ് നിങ്ങൾക്ക് എവിടേക്കാണ് വിട്ടുപോയത്, അല്ലെങ്കിൽ എന്തൊക്കെയാണ് നിങ്ങൾക്ക് അറിയാത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് നിങ്ങൾ എന്ത് ചെയ്യുക, നോട്ട് ചെയ്ത് പോവാം, അല്ലെങ്കിൽ അതൊക്കെ ഒന്ന് എഴുതി പഠിച്ചിട്ട് പോവാന്നുള്ളതാണ് പറയാനുള്ളത്. അതുപോലെ തന്നെ എന്ത് ചെയ്യുക, ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് അത്യാവശ്യം കോൺസെപ്റ്റ് ഒക്കെ മനസ്സിലാക്കി തന്നെ പഠിച്ചു പോവാം. കാരണം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് മാത്രം പഠിച്ചു പോകേണ്ട ഒരു സമയം എന്ന് പറയുന്നത് ഏറ്റവും അവസാനമോ, അതായത് എക്സാമിനോട് അടുക്കുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് ഒക്കെ നോക്കി പഠിച്ചു പോവാം. പക്ഷെ ഇപ്പോൾ നമുക്ക് അത്യാവശ്യം സമയമുള്ളതുകൊണ്ട് കോൺസെപ്റ്റ് ഒക്കെ പഠിച്ച് തന്നെ നന്നായിട്ട് കണ്ടന്റ് അറിഞ്ഞ് തന്നെ പഠിക്കുക എന്നുള്ളതാണ്. സോ നമ്മുടെ CCയിൽ പേജസ് ST ലോങ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. നമുക്കറിയാം എക്സാം മെയ് ടു ജൂലൈ അതിനിടയിലാണ് എക്സാം നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റുന്നത്. സോ നമ്മുടെ CCയിലുള്ള സബ്ജക്ട്സ് നോക്കിക്കേ, ജനറൽ പേപ്പർ മാത്രമായിട്ടുള്ളതുണ്ട്. കെമിസ്ട്രി ഉണ്ട്, ഫിസിക്സ് ഉണ്ട്, മാത്തമാറ്റിക്സ് ഉണ്ട്, സുവോളജി ഉണ്ട്, ബോട്ടണി ഉണ്ട്, എക്കണോമിക്സ് ഉണ്ട്, ഇംഗ്ലീഷ് ഉണ്ട്. ഇത്രയും സബ്ജക്ട്സ് നമ്മുടെ CCയിൽ അവൈലബിൾ ആണ്. ആൻഡ് എല്ലാ ഫീച്ചേഴ്സും ഉണ്ട്. അതായത് പേഴ്സണൽ മെന്റർഷിപ്പ് ഉണ്ട്, ദെൻ ലൈവ് ക്ലാസ്സസ് ഉണ്ട്, റെക്കോർഡഡ് ക്ലാസ്സസ് ഉണ്ട്, ദെൻ മോക്ക് ടെസ്റ്റ് ഉണ്ട്, മോഡൽ എക്സാംസ് ഉണ്ട്. അങ്ങനെ ഒരുപാട് ഫീച്ചേഴ്സും കൂടെ അവൈലബിൾ ആണ്. സോ കോഴ്സിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർ ഈ ഒരു നമ്പറിലോട്ട് എന്ത് ചെയ്യാം, കോൺടാക്ട് ചെയ്യുക എന്നുള്ളതാണ്. സോ എന്തെങ്കിലും നിങ്ങൾക്ക് സജഷൻസോ അതുപോലെ തന്നെ എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഉറപ്പായിട്ട് നമ്മുടെ വീഡിയോന് താഴെ ഒന്ന് കമന്റ് ചെയ്യാം. സോ ദാറ്റ്സ് ഓൾ ഫ്രം ദിസ് സെഷൻ. താങ്ക് യു.